വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ ബിരിയാണിയാണ്. അതിനുവേണ്ടി ഞാൻ 3/4 കിലോ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് മസാല പുരട്ടി വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും, ആവശ്യത്തിന് ഉപ്പും. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീനിൽ മസാല പുരട്ടിയിട്ട് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ വെക്കാം. അപ്പോൾ എത്ര സമയം ഇരിക്കുന്നോ അത്രയും ടേസ്റ്റാണ്. മസാല ഒക്കെ നന്നായി പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മീനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ മീൻ പൊരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അധികം മൊരിയണമെന്നില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പം മീൻ 2 സൈഡും മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കി മീനും കൂടി പൊരിച്ചെടുക്കാം. ഞാൻ മീൻ മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പശു നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പശു നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മീനിൻ്റെ ടേസ്റ്റൊക്കെ മസാലയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ എണ്ണയിൽ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നാല് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 15 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്ര തന്നെ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളക് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരിഞ്ഞു വെച്ച തക്കാളി നമുക്കതിൽ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയിലും പുതിനയിലും കുറച്ച് ചോറിലേക്ക് ഇടാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ബാക്കി മല്ലിയിലും പുതിനയും നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് മല്ലിയിലും 1 കപ്പ് പുതിനയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറിയ തീയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം മസാലയൊക്കെ വെന്ത് കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ മുഴുവനും മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ആ മീനിൻ്റെ മേലേക്ക് കുറച്ച് മസാല ഒക്കെ ആക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ പശു നെയ്യും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളൊക്കെ ഒരുവിധം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് പൊരിച്ച് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ബിരിയാണിക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് 2-3 വഴണയിലും 2-3 ഓൾ സ്പൈസസിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. വേറെ ഗരം മസാല ഒന്നും ഞാൻ ഇടുന്നില്ല. ഇത് നന്നായി ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഇലേനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 5 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു അരമണിക്കൂറോളം അരി കുതിർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ് വെള്ളം കുറച്ചത്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള 3 ഗ്ലാസ് അരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3/4 കിലോ ഉണ്ടാവും. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റൈസൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണി ദം ഇടാം. അപ്പോൾ ഞാൻ ഇതേ പാനിൽ തന്നെയാണ് ദം ഇടുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് റൈസ് മാറ്റാം. നമുക്ക് ഏറ്റവും അടിയിൽ മസാല ഇട്ടിട്ട് ദമ്മാക്കണേ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അടിയിൽ റൈസാണ് ഇടുന്നത്. റൈസിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ളതും കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിൻ്റെ മേലെ നമ്മൾ മസാല കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ മസാലയുടെ മേലെ നമുക്ക് കുറച്ചും കൂടി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ മേലെ കുറച്ചും കൂടി മല്ലിയിലയും ഗരം മസാലയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. ഞാനത് മറന്നിട്ട് അതിൻ്റെ മേലെ മസാല ഇട്ടു. പിന്നെ നമുക്ക് ആ മസാലയുടെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസ് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഗരം മസാലയും മല്ലിയിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് പശുനെയ്യും കൂടി മേലെ കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു 5 മിനിറ്റ് വയ്ക്കാം. പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടി വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മൂടിയിൽ നിന്ന് ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു സൈഡിൽ നിന്ന് മിക്സ് ചെയ്തതിന് ശേഷം വിളമ്പാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മീനിൻ്റെ പീസ് പൊട്ടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് മസാലയും റൈസും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കണ്ട. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്കും അതേപോലെ മസാല അധികം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മിക്സ് ചെയ്തെടുത്ത് മസാലയും ചോറും കൂടി ആദ്യം ഒരു 7 ഡിഷിലേക്ക് വിളമ്പുക. പിന്നെ നമുക്ക് ബാക്കി റൈസിലേക്ക് കുറച്ച് മസാല മിക്സ് ചെയ്തതിന് ശേഷം റൈസ് അധികമായിട്ട് നമുക്ക് അങ്ങനെ വിളമ്പാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.